രാജാവിന്റെ വരവിനായി ജനങ്ങൾ കാത്തു. ഒടുവിൽ ആ ദിവസം രാജാവ് തിരിച്ചു വന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ 2025 ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ മേക്കിങ്ങിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ നമ്മളെ വീഡിയോസ് ഓണത്തിൻ്റെ 2025 പ്രോമോ വീഡിയോസ്, അതുപോലെ തന്നെ ടൈറ്റിൽ റിവീലിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് പറഞ്ഞാൽ SFX ടൈപ്പ് ആയിട്ടുള്ള വീഡിയോസാണ് ഓണം സെലിബ്രേഷന് വേണ്ടത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അതിനെ കൂടെ തന്നെ ഇത് നിങ്ങളൊരു വേറൊരാൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാണ്ടെങ്കിൽ തന്നെ അതിന് നല്ലൊരു എമൗണ്ട്, ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിലും എന്നാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു SFX ആണെന്ന് തോന്നുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രൂപത്തിൽ നമ്മളൊരു വീഡിയോ ട്യൂട്ടോറിയൽ മേക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഓഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ സാധാരണ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് ഇപ്പോൾ ഇതിന് മുമ്പ് 2025 ഓണം റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നിങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റ് രൂപത്തിലായിരുന്നു നമ്മൾ വീഡിയോസ് തന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്രോമോ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓണ സെലിബ്രേഷൻ്റെ ഒരു ടെംപ്ലേറ്റ് പോലെ നമ്മളൊരു ഓഡിയോ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് ക്ലിപ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അതൊരു SFXൻ്റെ ആ ഒരു മൂഡിൽ ഇങ്ങനെ സാധനം കിടക്കും. പിന്നെ അതിൽ കൂടെ പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾ ആഡ് ചെയ്യുന്ന ക്ലിപ്പിൽ എന്തെങ്കിലും ഒരു സൗണ്ട് ആഡ് ചെയ്യേണ്ട ക്ലിപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ സാധനം നിങ്ങൾക്ക് നൈസായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഏതാണ് ഓഡിയോ എന്നുള്ളത്, നമ്മൾ ഈ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഓഡിയോ. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് പറയുന്നത് ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്, ട്യൂട്ടോറിയൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. അപ്പോൾ ചാനൽ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാലേ ഉള്ളൂ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫോണിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് CapCut ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ CapCutൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നവരാരെങ്കിലും CapCutൽ ഇപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻസ്ഡ് ലെവലായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ, ഇനി അതല്ല ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓണക്കായതുകൊണ്ട് എല്ലാവരും ഫ്രീ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ CapCut ആപ്ലിക്കേഷൻ ഇതാ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓഡിയോ ഇതാ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക്. ഇതാണ് നമ്മളൊരു ഓഡിയോ. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു സൗണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതാണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ ഇത് ഫസ്റ്റ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പേ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ട്യൂട്ടോറിയൽ കാണുന്നതിന് മുമ്പേ ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ഓഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ ഓഡിയോ ഒന്ന് കേട്ട് നോക്കട്ടോ. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന്ന് ഓരോ സെക്ഷനായിട്ട് കാര്യം പറഞ്ഞു തരിക. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് മീൻസ് ഓരോ സെക്ഷനിൽ നിന്ന് ഓരോരോ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ നിങ്ങൾ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാണ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. കാരണം SFXൻ്റെ ഇതാവുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല, അങ്ങനെ ആകെ ഒരു തലകിലിങ്ങും. അതുകൊണ്ട് ഞാൻ വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ കറക്റ്റ് എടുത്ത് പറയും. പിന്നെ നിങ്ങൾ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഒരു ഓഡിയോൻ്റെ സെക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഫാസ്റ്റ് കട്ട് പോലെ ഒക്കെ ഒരു സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഒരു ഓഡിയോ. ജസ്റ്റ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. കണ്ടോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ വീഡിയോ ഫാസ്റ്റ് കട്ടാക്കിയിട്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. കുറച്ച് ചെറിയ കട്ട്സുകൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ട്രാൻസിഷൻ ആയിട്ട് പോകുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡയലോഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മാവേലിയുടെ ആ ഒരു എൻട്രിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഡയലോഗ്. രാജാവിന്റെ വരവിന് ഒടുവിൽ ആ ദിവസം വന്നെത്തി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടിട്ടുള്ള ഈ ഒരു ഭാഗത്ത് പറഞ്ഞാൽ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, രാജാവിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗ്. ആ ഒരു ഭാഗത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ മാവേലിയുടെ ആ ഒരു എൻട്രിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള കുറച്ച് നിങ്ങളുടെ ഒരു ഇതുണ്ടാവില്ല, ഒരു ഓഡിയൻസ് ഉണ്ടാവില്ല ഈ ഒരു പ്രോഗ്രാമിനുള്ളത്. അങ്ങനത്തെ കുറച്ച് കട്ട്സുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പ്രോഗ്രാമിന് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചില കോളേജിൽ കണ്ടിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ഓലം ഇതുമൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നല്ല ഒരു അടിപൊളി ഷോർട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈ ഒരു ഭാഗത്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെ ഈ ഒരു ടൂണ് വരുന്നുണ്ട്. ഒടുവിൽ ആ ദിവസം കേട്ടോ, ഈ ഒരു ഭാഗത്തായിരിക്കണം ആ ഒരു മാവേലിയുടെ ഫസ്റ്റ് സ്ക്രീനിൽ കാണേണ്ടത്. അതാവുമ്പോൾ ഇതിലേക്ക് ഒരു റങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ ചെറിയൊരു ഒരു ആറിനെ അല്ലെങ്കിൽ ചീർസിൻ്റെ സൗണ്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് ഡിലീറ്റ് ചെയ്തെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ എങ്ങനെയാണ്, ജസ്റ്റ് നോർമല് ആ ഒരു സൗണ്ട് കൂടി വരുമ്പോൾ കണ്ടോ. അപ്പോൾ ആ ഒരു സൗണ്ട് കൂടി വന്നു കഴിഞ്ഞാൽ
സാധനം നൈസായിട്ടുള്ള ഒരു മൂഡിലവിടെ നിൽക്കുക. ആ ഒരു മാവേലിയുടെ ഒരു ഭാഗം അവിടെ കൊടുന്നതിന്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ കയ്യിൽ ഞാൻ പറഞ്ഞല്ല ഓഡിയൻസിൻ്റെ ക്ലിപ്സ് കാര്യങ്ങളൊന്നും നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ മറന്നുവെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി കാര്യങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ, ഇപ്പോൾ ഹെലികോപ്റ്ററൊക്കെയാണ് ഓരോരുത്തർ കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ പ്രോഗ്രാമിൽ ഇതേപോലെ ബൈക്ക്, കാറ് ഇങ്ങനത്തെ ഓരോ വണ്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തെ ഇടയിൽ കൂടെ കൊടുക്കട്ടോ. എന്നിട്ട് ആ ഒരു വണ്ടിയുടെ ഒരു എക്സോസ്റ്റിനും സൗണ്ടൊക്കെ ഇടയിൽ കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നൈസായിട്ട് കിടക്കോടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മുടെ മാവേലിയുടെ എൻട്രി വരും. അതിനുശേഷം പിന്നെ ഇങ്ങനെ നിങ്ങളുടെ ഓരോ അടിപൊളി ഷോർട്സുകളും ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് 30 സെക്കൻഡ് മതിച്ചാൽ 30 സെക്കൻഡ്, ടോട്ടൽ 40 സെക്കൻഡോളം അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു ചെയ്യേണ്ട ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു ഭാഗത്തേക്ക് വീഡിയോസ് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് നല്ല നല്ല ഷോർട്സ് ഇപ്പോൾ എൻ്റെ ഉള്ളതിന് അതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് അത് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. അപ്പോൾ പൈസ അങ്ങനെ ഫൈനലി ഇതാ ഞാനിവിടെ ആഡ് ചെയ്യേണ്ട ക്ലിപ്സുകൾ കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഓരോരോ കണ്ടൻറ്റ് ആയിട്ടുള്ളതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, കണ്ടില്ല. അപ്പോൾ ഇനി ഇത് നമ്മൾ ചെറിയൊരു ഫാസ്റ്റ് കട്ട് ഇതിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ഒന്നാമത്തെ ഷോട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ തലമ്മ ഒരു തുണി കെട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഷോട്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഒരു 1.8 ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗം മാത്രം എടുക്കുക. ഓക്കെ, അടുത്തത് ഈ ഒരു കറക്കാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് നമുക്കറിയില്ലേ. കഴിഞ്ഞ് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ഭാഗങ്ങൾ മതി. ഓക്കെ, ഇനി ഈ ഒരു ഇതിൽ ആ ഒരു ചെണ്ട് കൊട്ടണ ആൾ ആ ഒരു കൊട്ടണ സാധനം ഇങ്ങനെ കറക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് സ്പീഡ് കൂട്ടി കൊടുത്തു. എന്നിട്ട് ആ ഒരു ഓക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഓക്കെ അത്ര മതി. ഓക്കെ, ഈ ഒരു ലെവലിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചെണ്ട കൊട്ടണ ഒരു സീനുണ്ട്, അത് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഷോട്ട് പറയുന്നത് ഇങ്ങനെ സൈഡിക്ക് കൂടെ ഇങ്ങനെ ഇതേപോലെ ഓരോരുത്തരും ഇങ്ങനെ കാണിക്കണ പോലെ ഒരു ഷോൾഡറിൻ്റെ ബാക്ക് നിൽക്കണ പോലെ ഒരു കട്ടാണ്, കണ്ടില്ല. അപ്പോൾ ഇതിൽ നല്ലൊരു ഭാഗം എടുക്കണം ആദ്യം. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഓക്കെ ഈ ഒരു ഭാഗത്ത് എൻട്രി വരുന്ന ഭാഗത്ത് വെച്ചിട്ട് ഞാനത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് പോർഷൻ കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ഭാഗം മതി. അപ്പോൾ ഒന്നുകൂടി ഞാൻ സ്പീഡ് കൂട്ടുകയാണ്. ഓക്കെ, ഈ ഒരു ലെവലിലേക്ക് ഇട്ടിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഷോർട്സും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മൊത്തം നമുക്ക് ഇനി ഒരു ഫസ്റ്റത്തെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങൾ കുറച്ച് കട്ട്സുകൾ ഇതേപോലെ ഫാസ്റ്റ് കട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കട്ട്സുകൾ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഇതിൽ ഈ ഒരു ഓഡിയൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ഒതുക്കി വെക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാൻ ഈ ഒരു ഓഡിയോയിലേക്ക് ഞാൻ കറക്റ്റ് ആ ഒരു ക്ലിപ്സുകൾ കട്ട് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇനി ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇനി ഇതിന്ന് നമുക്ക് കുറച്ച് വേണ്ട ഭാഗങ്ങൾ കറക്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുന്ന പോലെ ഒന്ന് ക്രോപ്പ് ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. അപ്പോൾ ക്രോപ്പ് ചെയ്യുക പറഞ്ഞാൽ നിങ്ങൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ക്രോപ്പ് ചെയ്യരുത്, നമുക്ക് കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്യണം. എന്നാലും അതിലേക്ക് പിന്നെ നമ്മളൊരു എഫക്റ്റ് ആഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്സുകൾ ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഓരോ ക്ലിപ്പ് സെലക്ട് ചെയ്ത് താഴത്തെ ടൂൾ ബോക്സിൽ ട്രാൻസ്ഫോം എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് റീസൈസ് പോയിട്ട് 9:16 റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ സ്ക്രീൻ കാണിക്കുന്ന പോലെ നമുക്ക് വേണ്ട ഭാഗം ഏതാണ് അത് കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്യുക. അപ്പോൾ ഞാനതൊരു സെൻറ്ററിലാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്രോപ്പ് ചെയ്തു. സെക്കൻഡിൽ ഇതിലൊരു തല കാണുന്നുണ്ട് ഒരു സൈഡിൽ, അപ്പോൾ നമുക്കതൊന്നും വേണ്ട. 9:16 റേഷ്യോ എടുത്തിട്ട് ഈ ഒരു ലെവലിലേക്ക് ഞാൻ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ആ ഒരു ചെണ്ട കൊട്ടണത് കറക്കണതാണ്. അപ്പോൾ ക്രോപ്പ് പോയി 9:16 സെലക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ആ ഒരു ഇത് മാത്രം മതി. ഓക്കെ, ക്രോപ്പ് ചെയ്തു. ഇനി അടുത്തത് ഈ ഒരു ചെണ്ട ആ ഒരു കൊട്ടിൻ്റെ ഒരു സെക്ഷൻ മാത്രം മതി. 9:16 സെലക്ട് ചെയ്തിട്ട് അത് ചെണ്ട കൊട്ടണ ഒരു ഭാഗം മാത്രം ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഇത് പോണതാണ്, അതൊന്നും ചെയ്യണില്ല. അടുത്തത് ഇതേപോലെ
ക്രോപ്പ് സെലക്ട് ചെയ്തിട്ട് 9:16 ജസ്റ്റ് ഈ ഒരു സെക്ഷൻ മതി. ക്രോപ്പ് ചെയ്തു. ഇനി കാറിൻ്റെതാണ്. കാറ് ക്രോപ്പ് സെലക്ട് ചെയ്തിട്ട് കാറിൻ്റെ ഈ ഒരു സൈഡ് മതി. ഇനി ഇതും അതേപോലെ തന്നെ ക്രോപ്പിൽ പോവുക. 9:16 ഈ ഒരു ലെവലിൽ ഇട്ട് കൊടുത്തു. പിന്നെ ബൈക്കാണ്. ക്രോപ്പ് പോയി ഈ ഒരു ലെവലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് മാവേലി ജീപ്പിൽ വരുന്നതാണ്. 9:16 സെലക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു മാവേലിനെ നമ്മൾ അതിൽ പെടുത്തരുത്. അപ്പോൾ മാവേലിനെ അല്ലാതെ നമ്മൾ ജസ്റ്റ് ആ ഒരു ജീപ്പിൻ്റെ ആ ഒരു ടയറിൻ്റെ ഭാഗമാണ് എടുക്കുന്നത്. ഇനി അടുത്ത ക്ലിപ്പ് ഇതേപോലെ ഒരു കൊട്ടിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇതും ഞാൻ കറക്റ്റായിട്ട് ആ ഒരു കൊട്ടിൻ്റെ ഭാഗം തന്നെ ക്രോപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ കാറാണ്. ഈ ഒരു കാറ് വലിയ സീനില്ല. അടുത്തത് ഇതേപോലെ ഒരു വടം വലിക്കണതാണ്. ക്രോപ്പ് പോയിട്ട് 9:16 പോയിട്ട് ഇതിൽ ഈ ഒരു ഫസ്റ്റ് നിൽക്കണവനൊന്ന് ക്രോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇതേപോലെ കാറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം, കണ്ടില്ലേ? അപ്പോൾ ഇതിലൊക്കെ ഞാൻ ചില ക്ലിപ്സിൻ്റെ ഒക്കെ സ്പീഡ് ഞാൻ കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ നോർമലി ഇങ്ങനെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് കംപ്ലീറ്റ് ഈ ഒരു ഫാസ്റ്റ് കട്ട് എങ്ങനെ മേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ ട്യൂട്ടോറിയൽ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകണം. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാസ്റ്റ് കട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും ഈ ഒരു ഫാസ്റ്റ് കട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ കൊടുക്കേണ്ട ഓഡിയോസ് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ട്യൂട്ടോറിയൽ വീഡിയോ പാർട്ട് 1 പാർട്ട് 2 പാർട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു 2 വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വീഡിയോ വാച്ച് ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫാസ്റ്റ് കട്ടിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തത് ചെയ്യേണ്ടത് പറയുന്നത് ഇതിൽ ഏതൊക്കെയാലും നിങ്ങൾക്ക് വല്ല ചെറിയൊരു ഫാസ്റ്റ് കട്ട് എന്തെങ്കിലും ഒരു കട്ടൗട്ട് ആനിമേഷൻ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഈ ഒരു ചെണ്ടയ്ക്ക് ജസ്റ്റ് ഒരു കട്ടൗട്ട് ആനിമേഷൻ കൊടുക്കുക കേട്ടോ. ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആഡ് ഓവറിൽ പോയിട്ട് ആ ഒരു ഫോട്ടോ ഇതിലേക്ക് തന്നെ ആഡ് ചെയ്തു. റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ പോയി കസ്റ്റം റിമൂവൽ എടുത്തു. ഒരു ചെണ്ട മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ചെണ്ടയുടെ ക്ലിപ്പിൻ്റെ അവിടെ പോയിട്ട് കറക്റ്റാக ചെണ്ട എങ്ങനെയാണ് നിൽക്കുന്നത് നോക്കുക. അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു ചെണ്ട പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് കറക്റ്റായിട്ട് ചെണ്ടയുടെ ക്ലിപ്പ് വരുന്ന ഭാഗത്തേക്ക് നമ്മളിത് കറക്റ്റായിട്ട് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ക്ലിപ്പിൻ്റെ ബാക്കിൽ കൊണ്ടുപോയിട്ട് വെക്കുക. എന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം കൊടുത്തിട്ട് ഈ ഒരു ചെണ്ട ഇതേപോലെ അങ്ങനെ ഒന്ന് അടിക്ക് വലിച്ചിടുക. ഓക്കെ, കുറച്ചും കൂടി പിന്നെ നാക്കാം. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. ഓക്കെ, ഇതിൽ ഞാൻ ഈ ഒരു ബൈക്ക് ഇങ്ങനെ ഒരു എക്സോസ്റ്റ് ഇതാക്കണല്ലോ, ബുള്ളറ്റ്, ആ ഒരു ക്ലിപ്പ് ഞാൻ ഒന്നും കൂടി ഇതിലേക്കൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നേരെ ഈ ഒരു കാറിൻ്റെ അപ്പുറത്തേക്ക് ഇടുന്നു കേട്ടോ. കാരണം ആ ഒരു സംഭവം നമ്മൾ ഓഡിയോ SFXൻ്റെ സൗണ്ട്സ് ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ആ ഒരു ഭാഗത്തേക്ക് അതൊരു നൈസായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതൊന്നും അങ്ങനെ കട്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ഭാഗം. ഓക്കെ, അടുത്തത് ഇതേപോലെ അടുത്തത് ഈ ഒരു കാറിൻ്റെത് വരുന്നുണ്ട്. കാറ് ഞാൻ ഇതേപോലെ സ്ക്രീൻഷോട്ട് അടിച്ചു. ആഡ് ഓവറിൽ പോയി ആ ഒരു കാറ് നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ തന്നെ കസ്റ്റം റിമൂവിൽ പോയിട്ട് കാറിനെ ഒന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് കാറിൻ്റെ സൈസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് നേരെ നമ്മുടെ വീഡിയോയുടെ തൊട്ട് മുമ്പേക്ക് വരിക. ഒന്ന് കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് നമ്മുടെ കാറിനെ ഒന്ന് ചെറുതാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എഫക്റ്റ് കിട്ടും കണ്ടോ. ഒന്നും കൂടി അതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൊടുക്കുക, കാരണം ഒന്ന് കാണാനല്ല വരുന്നത്. ഓക്കെ, കൊടുത്തു. ഇനി വടം വലിക്കണതാണ്. ഇനി ഒരു വണ്ടിയും കൂടി ഉണ്ട്, അതും ഞാൻ ഇതേപോലെ ഒരു സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഓവറിൽ പോയി ഫോട്ടോസിൽ നിന്ന് ഇത് ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കസ്റ്റം റിമൂവൽ പോയിട്ട് കാറിനെ ഒന്ന് സെലക്ട് ചെയ്തു.
എന്നിട്ട് നേരത്തെ നമ്മൾ ആ കാറ് ചെയ്ത പോലെ തന്നെ ഇതും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഫിൽ സ്ക്രീൻ ആക്കി കൊടുത്തു. കീ ഫ്രെയിം സ്റ്റാർട്ടിലൊരു ചെറിയ ബഗ് വരുന്നുണ്ട്. നമ്മൾ കുറേ ക്ലിപ്സ് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് കുറച്ച് 4K ക്വാളിറ്റി ക്ലിപ്സ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ലെങ്ത്തിൽ ഡ്യൂറേഷൻ കൊടുക്കുമ്പോൾ വരുന്ന പ്രശ്നമാണ്. ഓക്കെ, എന്നിട്ട് ഞാനൊന്ന് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മളെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇട്ട് നിൽക്കണം. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ വൈറ്റ് ബോക്സും സെലക്ട് ചെയ്യുക. ചില വൈറ്റ് ബോക്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വൈറ്റ് ബോക്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് താഴത്തെ ഈ ഒരു മിക്സ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മാക്സിമം നിങ്ങൾക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു 0.3 ഒക്കെയാണ് കിടക്കണമെങ്കിൽ ഇത് മാക്സിമം എത്ര കുറക്കാൻ പറ്റുമോ അത്ര കുറക്കുക. ഇതിപ്പോൾ 0.1 കിടക്കണത്, ഒരു 0.2 ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് മേലത്തെ ഈ അപ്ലൈ ടു ആൾ കൊടുക്കുക. അപ്പോൾ അതിൽ വരുന്ന എഫക്റ്റുകൾക്കൊക്കെ ഈ ഒരു ഇത് വന്നിട്ടുണ്ടാവും. എവിടെയൊക്കെ കൊടുക്കാൻ പറ്റുമോ, ആകെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോവുക, ഷെയ്ക്ക് സെലക്ട് ചെയ്യുക. ഷെയ്ക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഓരോ ഷെയ്ക്കിൻ്റെ ഈ ഓരോ വീഡിയോക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഷെയ്ക്കിൻ്റെ ഈ ഒരു ലെങ്ത് ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് ഒരു 10, 11, 12 ആ റേഞ്ചിൽ ഇട്ടിട്ട് ഞാൻ ഈ ചെയ്യണ പോലെ നമ്മുടെ ഓരോ വൈറ്റ് ബോക്സിൻ്റെയും അടിയിലിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടു ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ചെയ്യുമ്പോൾ വെറും ആ ബാക്ക്ഗ്രൗണ്ട് വീഡിയോക്ക് മാത്രമേ വരും, ഈ കാർമക്ക് അത് വരില്ല. അപ്പോൾ ഒബ്ജക്റ്റ് പോയിട്ട് ആൾ വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടിലേക്കും വരും. അതേപോലെ ഇതും ഒബ്ജക്റ്റ് ആൾ വീഡിയോ കൊടുക്കുക. അങ്ങനെ ഏതെങ്കിലും എക്സ്ട്രാ ഇല്ലാത്തതിലേക്കും കൂടി നിങ്ങൾ ഓവർലേ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്കും കൂടി അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്. ഒബ്ജക്റ്റിൽ പോവുക, ആൾ വീഡിയോ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്തത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മളൊരു ചെറിയൊരു ഫേക്ക് സൂം ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു കീ ഫ്രെയിം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഈ ഒരു സൂം കൊടുക്കുക. ഇനി അതല്ല വേറൊരു കീ ഫ്രെയിമും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും. വേറെ മോഡൽ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയി കഴിഞ്ഞാൽ സൂം ലെൻസ് ഉണ്ടാവും, അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ ആദ്യം സൂം ലെൻസിൻ്റെ ഡ്യൂറേഷൻ നിങ്ങളൊന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ ക്ലിപ്പിനും അല്ലെങ്കിൽ ഒരു 2 ക്ലിപ്പ് അടുപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ക്ലിപ്പ് ഞാൻ സെലക്ട് ചെയ്തിട്ട് അത് അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് അതിന് റേഞ്ചും സ്പീഡും ഒന്ന് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ റേഞ്ച് സ്പീഡ് കൂട്ടുമ്പോൾ ഒരു സൂമിൻ്റെ അളവ് കൂടാണ് ചെയ്യുക. എന്നിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു സെക്കൻഡ് ക്ലിപ്പിലേക്ക് എൻ്റെ അടിയിക്ക് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിനും അതേപോലെ ഒരു സൂം ലെൻസിൻ്റെ എഫക്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അടുത്ത ക്ലിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ എല്ലാ വീഡിയോസിനും ആ ഒരു സൂം ലെൻസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ചില എഫക്റ്റ് ഞാൻ ഇതേപോലെ അപ്ലൈ ടു ആൾ കൊടുത്തിട്ടുണ്ട് ഈ ഒബ്ജക്റ്റ് പോയിട്ട്. കാരണം നമ്മൾ ഓവറലായിട്ട് ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സൂം ലെൻസിൻ്റെ എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ മാത്രമേ ഉള്ളൂ വരിക. അപ്പോൾ നമുക്ക് ആ ഒരു അതേ ഒരു ലെങ്ത്തിൽ തന്നെ നമുക്ക് ആ ഒരു ഓവറിലെ ഇമേജും കൂടി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒബ്ജക്റ്റിൽ ആൾ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതേപോലെ കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ ഒരു ഫാസ്റ്റ് കട്ടിൻ്റെ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി അടുത്തത് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റിൽ വീഡിയോ എഫക്റ്റിൽ തന്നെ പോയിട്ട് നിങ്ങൾ ഷെയ്ക്ക് സെലക്ട് ചെയ്യുക. ഷെയ്ക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓവറായിട്ട് ഇതേപോലെ കട്ടൗട്ട് ആനിമേഷൻസ് കൊടുത്ത ക്ലിപ്പുകളുണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ ഒന്നും കൂടി അതിന് കൊടുത്തിട്ടുള്ള ആ ഒരു ഷെയ്ക്ക് എഫക്റ്റിനെ ഒന്ന് കൂട്ടി കൊടുക്കുക. ആ ഒരു ക്ലിപ്പിന് മാത്രമായിട്ട് ആ ഒരു കട്ടൗട്ട് വരുമ്പോൾ ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ അത്. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി അടുത്തത് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ നിങ്ങൾക്ക് ഓപ്ഷണലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് ജസ്റ്റ് അതിൻ്റെ സാച്ചുറേഷൻ കൂടുതൽ ആൾക്കാർ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിലാണ് ആക്കുക. അപ്പോൾ ഞാനതൊന്ന് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ സാച്ചുറേഷനും പിന്നെ അതിലൊരു ഗ്രാഫ് ഉണ്ട്, ഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാർക്ക്നെസ്സും ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനത് നമ്മൾ ആഡ് ചെയ്തില്ല ക്ലിപ്പിനൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. നമുക്കൊരു ഇതേപോലെ ഒരു ബ്ലാക്കിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി അങ്ങനെയല്ല ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറ്റിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചെറിയൊരു ബ്ലാക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെയും ചെയ്യാം, കണ്ടില്ലേ, ചെറിയൊരു കളർ വരുന്ന പോലെ.
ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് ഇപ്പോൾ നമ്മുടെ ഫൈനൽ ഭാഗം നിൽക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ ഓരോ വൈറ്റ് ബോക്സിൻ്റെ ഇട നല്ല ചെറുതായതുകൊണ്ടാണ് ഇതൊക്കെ എല്ലാത്തിലേക്കും ഈ ഒരു മിക്സ് എന്നുള്ള ഈ ഒരു എഫക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും ഈ ഓരോ ക്ലിപ്പ് അടുത്ത ക്ലിപ്പ് വരുന്ന ഭാഗത്തേക്ക് ഇതേപോലൊരു ചെറിയൊരു കണക്ഷൻ കിട്ടും, ഒരു ലിങ്ക് കിട്ടും, കണ്ടില്ലേ? അപ്പോൾ ഇത് പറ്റ ചെറുതാക്കിക്കൊണ്ടാണ് നമുക്ക് ഇത് എല്ലാത്തിലേക്കും ഇത് കിട്ടാത്തത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു വൈറ്റ് ബോക്സ് എല്ലാത്തിലേക്കും അങ്ങനെ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഒന്നുകൂടി ഒരു ലെവലായിട്ട് സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു മിക്സ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഐഡിയ പറഞ്ഞുതരാം. നേരെ ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക, ഫുൾ ക്ലാരിറ്റിയിൽ ഇട്ടിട്ട് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഒന്നുകൂടി നിങ്ങൾ ക്യാപ്കട്ടിക്ക് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾ ചെറിയൊരു മോഷൻ ബ്ലർ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക, താഴത്തെ ഒരു ബോക്സിലുണ്ടാവും മോഷൻ ബ്ലർ, അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കാണിച്ചിരുന്നത് ഈ ഒരു മോഷൻ ബ്ലർ സെലക്ട് ചെയ്തിട്ട് ബ്ലറും ബ്ലെൻഡും നിങ്ങൾ 100 ആക്കിയിട്ട് ബോത്തിൽ പോയിട്ട് ഒന്നെങ്കിൽ ഫോർവേഡോ അല്ലെങ്കിൽ ബാക്ക്വേഡോ അല്ലെങ്കിൽ ബോത്തോ, പിന്നെ വൺസ് ഇതിവിടെ നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ വീഡിയോയും പടി ഒറ്റ ഇതിലേക്ക് മിക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതേപോലെ ചെയ്യണില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഫാസ്റ്റ് കട്ടിൻ്റെ സെക്ഷൻ. ഇതിലേക്ക് ഇനി നമ്മൾ ചെറിയൊരു സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നൈസായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മുടെ മാവേലിയുടെ ആ ഒരു ക്ലിപ്സ് ആഡ് ചെയ്യലാണ്. മാവേലിയുടെ പറയുമ്പോൾ മാവേലിനെ കാണിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ടുള്ള ചെറിയൊരു എന്താ പറയുക ഒരു എൻട്രി പോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു എൻട്രി വീഡിയോസ് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഓഡിയൻസ് ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നോക്കുന്നത് അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെത് അങ്ങനത്തെ കുറച്ച് ക്ലിപ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ കാർ കൊണ്ട് വല്ല ഓട്ടോ ഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഇതിൽ നമ്മൾ 2-3 വീഡിയോസ് ആഡ് ചെയ്തല്ലോ, അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഹെലികോപ്റ്റർ ഉണ്ട്, ആനുണ്ട്, ഇപ്പോൾ കുറേ ഐറ്റംസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി അടുത്ത ആ ഒരു ഡയലോഗ് വരുന്ന ഭാഗത്തേക്കുള്ള ക്ലിപ്സുകളൊന്ന് ആഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വോയിസ് അപ്പോൾ ഞാൻ ഇനി ആ ഒരു സൗണ്ട് ഡയലോഗിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് വേണ്ട ക്ലിപ്സ് ഇപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ചെറിയൊരു എൻട്രി പോലെ മാവേലിനെ കാണിക്കാതെ എല്ലാവരും കുറച്ച് എൻട്രി സീൻസ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ക്ലിപ്സുകൾ. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ ഞാൻ ആ ഡയലോഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് പറഞ്ഞാൽ ഇനി ആ ഒരു എന്താ പറയുക മാവേലിയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള എൻട്രി വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇനി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട വീഡിയോ പറയുന്നത് നിങ്ങളുടെ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വീഡിയോ ആഡ് ചെയ്യണം. അപ്പോൾ ഇപ്രാവശ്യത്തെ 2025 എൻ്റെ ഇതിലിപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഷോട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്, ഹെലികോപ്റ്ററിൽ ഇറങ്ങണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഷോട്ടായിട്ട് ഈ ഒരു ഹെലികോപ്റ്ററിൽ ഇറങ്ങണ ഇതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞാൽ കറക്റ്റ് നിങ്ങൾ ഇനി ആരോ മ്യൂസിക് കേട്ടിട്ട് അതിൽ ഓരോ വേർഡ് ബൈ വേർഡായി വരുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ കറക്റ്റ് നിങ്ങൾ ഇനി ഓരോ വീഡിയോസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു മാവേലിക്ക് നമ്മളൊരു മാസ് എൻട്രി കൊടുക്കണം. ഒന്നാമത് ഇപ്പോൾ മാവേലി ഹെലികോപ്റ്ററിലേക്ക് ഇറങ്ങിയതല്ല, അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ചെറിയൊരു ഫയറിൻ്റെ ഒരു എക്സ്പ്ലോഷൻ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിൽക്കൊന്ന് എങ്ങനെയൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ ഈ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ ഒരു കണ്ടോ ഓരോ ടൂണ് കഴിഞ്ഞിട്ട് അടുത്ത ടൂണ് വരുന്ന ഭാഗത്തേക്ക് ആയിട്ടാണ് നിങ്ങൾ വീഡിയോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇതിൻ്റെ പിന്നിലേക്ക് നമ്മൾ ഇനിയൊരു എന്താ പറയുക ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഒരു ഫയറിൻ്റെ എഫക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് അതിലേക്ക് വേണ്ടി അതിലേക്ക് ഞാനൊരു സ്ലോമോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സ്മൂത്തായിട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് പറയുന്നത് ആഡ് ഓവറിലേ പോയിട്ട് ഒരു ഫയറിൻ്റെ ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ശേഷം താഴത്തെ ഒരു ബോക്സിൽ നിങ്ങൾക്ക് കാണാം ബ്ലെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ, അല്ലാന്നുണ്ടെങ്കിൽ സ്പ്ലൈസ് എന്ന കാര്യം സ്പ്ലൈസ് സെലക്ട് ചെയ്തിട്ട് നേരെ ഫിൽറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫിൽറ്റർ ലൈറ്റിന് ഏത് വേണമെങ്കിൽ കൊടുക്കാം. ആദ്യം ഫിൽറ്ററിൽ നോക്കി നോക്കാം. ഞാനത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളൊരു ഹെലികോപ്റ്ററിൻ്റെയും ആ ഒരു നിലത്തും ഏകദേശം നിൽക്കുന്ന രീതിക്ക് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഓക്കെ, ഈ ഒരു ലെവലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു വീഡിയോ എവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്ത് നോക്കുക അവിടെ വെച്ചിട്ട് കറക്റ്റ് കട്ട് ചെയ്ത് കളയുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് പറയുന്നത് ഈ തീ ഇനി നേരെ നമ്മുടെ ആ ഒരു വണ്ടിയുടെ പിന്നിലേക്ക് ആക്കണം. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക, ഈ ഒരു ഒറിജിനൽ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, ഓവറിലേ കൊടുക്കുക, നേരെ ഇവിടെ കൊടുന്ന് വലിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് മേലേക്ക്. എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ കസ്റ്റം റിമൂവിൽ പോവുക. എന്നിട്ട് കറക്റ്റായി ഹെലികോപ്റ്ററിൻ്റെ ഇത് മാത്രമായിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചില ക്യാപ്കട്ടിൽ സ്മൂത്ത് സ്ലോമോ അപ്ലൈ ചെയ്ത വീഡിയോയിലേക്ക്
ആ ഒരു ഇത് കറക്റ്റായിട്ട് കിട്ടൂല. അങ്ങനെ ഇത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ പോവാതെ നിങ്ങൾ ആദ്യം ആ ഒരു സ്പീഡ് പോയിട്ട് നിങ്ങൾ കൊടുത്ത സ്മൂത്ത് സ്ലോമോ നിങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങളിത് സെലക്ട് ചെയ്തിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് കസ്റ്റം റിമൂവലിൽ ഇനി ഹെലികോപ്റ്ററിൻ്റെ ഇത് സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അത് ചില ക്യാപ് കട്ടിൻ്റെ ഒരു ചൊറ വരുത്തുന്ന പരിപാടിയാണത്. അപ്പോൾ ഞാനിതാ ഒരു ഹെലികോപ്റ്ററിൻ്റെ ഭാഗം ജസ്റ്റ് നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫയറിൻ്റെ എഫക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരെ ലെയറിൽ പോവുക. എന്നിട്ട് ഇത് നേരെ നമ്മുടെ ഓവർലേ വീഡിയോൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു ബാക്കിലേക്ക് അത് വരും. ഇപ്പോൾ കണ്ടില്ലേ? ഇനി ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫയർ ഇതാ പെട്ടെന്ന് ഈ ഒരു സെക്ഷൻ വരുമ്പോൾ തന്നെ അത് പൊന്തി വരണം. അപ്പോൾ അതിന് ഞാൻ വേണ്ടി ചെയ്യുന്നത് ഈ ഒരു ഫയറിൻ്റെ ഇത് സെലക്ട് ചെയ്തിട്ട് ഹാഫിലിട്ടിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒന്ന് പെട്ടെന്ന് പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഭാഗം ഞാനൊന്നതിൻ്റെ തീ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് സ്ലോമോ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കി പോർഷൻ ഞാൻ ഇതവിടെ സ്പ്ലിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കണ്ടില്ലേ? ഇനി അടുത്തത് ചെയ്യേണ്ടത് പറഞ്ഞാൽ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയിട്ട് ഷെയ്ക്ക് സെലക്ട് ചെയ്യുക. ഷെയ്ക്ക് സെലക്ട് ചെയ്തിട്ട് നേരെ കറക്റ്റായിട്ട് ആ ഒരു ക്ലിപ്പ് വരുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് അതിൻ്റെ ഈ ഒരു ലെവലിക്ക് അത് സെറ്റ് ചെയ്തെടുക്കുക ഷെയ്ക്ക് എഫക്റ്റ്. പക്ഷേ ഇത് ഷെയ്ക്ക് ആഡ് ചെയ്യുമ്പോൾ ബാക്കത്തതും ഇത് രണ്ടും തമ്മിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊക്കെ അത് നമ്മൾ ഇനി അല്ലാത്തക്കും ഒപ്പം കിട്ടാൻ വേണ്ടി ഒബ്ജക്റ്റിൽ പോയിട്ട് ആൾ വീഡിയോ കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇപ്പോൾ നമ്മളിത് ഓവർലേയിൽ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ഒരു ലാഗ് പോലെയാണ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിന് നമ്മൾ സ്ലോമോ സ്മൂത്തായിട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക അത് സ്ലോമോയിൽ നിങ്ങൾക്ക് അപ്ലൈ ആവാൻ പറ്റുന്നുണ്ടോയെന്ന്. കൺഫേം കൊടുക്കുമ്പോൾ അത് പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതൊന്ന് ബാക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ ഇനി അടുത്തത് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നുമില്ല, ജസ്റ്റ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ ഓരോ ക്ലിപ്സുകളും നല്ല നല്ല ഷോട്ടുകൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്ലോമോ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിത് ഈ രണ്ടാമത്തെ ഷോട്ട് ഇതായിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇത് വേറെ മാവേലി കേട്ടോ, ആ മാവേലി അല്ലേ ഇത്, പല സ്കൂളും കോളേജും ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലത്തെ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ബാക്കി ആഡ് ചെയ്തുള്ള ക്ലിപ്സുകൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചില വീഡിയോസിൽ അത് വർക്കാവില്ല മീൻസ് ഒരു സെറ്റായിട്ട് തോന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഗ്രാഫ് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് അടുത്ത ആ ഒരു ടൂണിൻ്റെ ഭാഗത്ത് എവിടെ വെച്ചിട്ടാണ് നിൽക്കുന്നത് അവിടെ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് അല്ല, അതിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് സ്മൂത്ത് സ്ലോമോ കൊടുത്തു. ഓക്കെ, ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് നേരെ അടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക, നേരെ റീപ്ലേസ് കൊടുത്തിട്ട് പിന്നെ നിങ്ങളുടെ ഓരോ പ്രോഗ്രാംസിൻ്റെ ഓരോ വീഡിയോസ് ഇങ്ങനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമുക്ക് നോക്കി നോക്കാം. അടുത്തൊരു മാവിൽ ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് വരുന്നുണ്ട്, ഈ ഒരു സെക്ഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ അടുത്ത ഓരോരോ ക്ലിപ്പ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏകദേശം ഒരു ടൈപ്പിലൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇങ്ങനെ ഓരോ കട്ടൗട്ട് ആനിമേഷൻസും പിന്നെ അതിൻ്റെ കൂടെ വല്ല ഓവർലേസൊക്കെ ആഡ് ചെയ്തിട്ട് വല്ല സ്പാർക്ക് എഫക്റ്റ് അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു ചെറിയൊരു മിനുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യട്ടോ. അപ്പോൾ സംഭവം എങ്ങനെയാണ് നിൽക്കുന്നത്. ഇനി ഇതേപോലെ ഇങ്ങനെ ഓരോ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിപ്സുകൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡ് വരെ നിങ്ങൾ കൊണ്ടുപോയാൽ മതി. ഓക്കെ, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ ഒരു ഷെയ്ക്ക് എഫക്റ്റ് നമ്മൾ ഇങ്ങനെ ഓരോ ക്ലിപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലിപ്പ് വരുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ഈ ഒരു ഓരോ ഷെയ്ക്ക് എഫക്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾ മറക്കരുത്. എന്നിട്ട് ഇത്രക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യരുത്. ഒരു 10-12 ആ റേഞ്ചിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഏകദേശം കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു സെൻട്രലിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു ഷെയ്ക്ക് എഫക്റ്റിൻ്റെ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് റീപ്ലേസിൽ പോയിട്ട് ഒബ്ലിക് ബ്ലർ പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. ഒബ്ലിക് ബ്ലർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇത് ഈ ഒരു കാണുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് സെൻറ്ററിൽ പോയിട്ട് നിങ്ങളൊരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് നിന്ന് വന്നിട്ട് അതിൻ്റെ ബ്ലറും അതേപോലെ തന്നെ ഈ ഒരു ഇത് രണ്ടും നിങ്ങൾ ഫുള്ളായിട്ട് 0 ആക്കിയിട്ട് ഈ ഒരു നടുത്തെ മാത്രം നിങ്ങൾ സ്പീഡല്ല ആ ബ്ലറിൻ്റെ എമൗണ്ട് ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇനി ഇതിങ്ങനെ രണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ ആഡ് ചെയ്യുന്ന ഓരോ ക്ലിപ്പിൻ്റെ വൈറ്റ് ബോക്സിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യലാണ്. അപ്പോൾ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ നമ്മൾ ചെയ്തതാണ് ഫാസ്റ്റ് കട്ടിൽ സൗണ്ട് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ ഓൾറെഡി നമ്മൾ ഈ സൗണ്ട് എഫക്ട്സ് കുറച്ചൊക്കെ നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ പോർഷനിലൊക്കെ നമ്മൾ കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് എക്സ്ട്രാ കൊടുക്കേണ്ട സൗണ്ട് എഫക്ട്സ് പറയുന്നത് ഇതിൽ ഈ ഒരു ബൈക്കിൻ്റെ ഈ ഒരു സെക്ഷനൊക്കെ ഉണ്ട്, ഈ ഒരു ബൈക്കിൻ്റെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് അവിടെ ആഡ് ചെയ്യണം. അതൊക്കെ ഇപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന ക്ലിപ്സിന് ബേസ് ആയിരിക്കും. അപ്പോൾ ഞാൻ എല്ലാതും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ കൊടുത്ത ഭാഗത്ത് ഇപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ എക്സോസ്റ്റ് കൊടുത്ത ഭാഗത്ത് നിങ്ങൾ ഇതേപോലെ വണ്ടി കാര്യങ്ങൾ നടക്കാത്ത ഒരു സെലിബ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം ഒരു ഭാഗം നമ്മളാണ് ഓഡിയോ ടെംപ്ലേറ്റ് ആക്കി ഇട്ടാൽ നിൽക്കുന്നത്. ബാക്കി പിന്നെ നിങ്ങൾ ആഡ് ചെയ്യുന്ന ക്ലിപ്സിന് ബേസ് ആയിട്ട് നിങ്ങൾ അടിക്ക് ഇങ്ങനെ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് പോർഷനാണ് ഇൻസ്റ്റാഗ്രാം റീലിൽ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് പോർഷൻ നോക്കിയിട്ടാണ് അതിൻ്റെ റീച്ച് പോകേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് പോർഷൻ ഇപ്പോൾ നമ്മൾ കത്തിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി നിങ്ങൾ ഇങ്ങനെ ഇതേപോലെ ഈ ഒരു സെക്ഷൻ നമ്മൾ ചെയ്ത പോലെ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, റീപ്ലേസ് ചെയ്യുക. അങ്ങനെ ഓരോ മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാൽ മതി. വീഡിയോൻ്റെ മ്യൂസിക്കിൻ്റെ ലെങ്ത് പറയുന്നത് 40 സെക്കൻഡുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വീഡിയോസ് എവിടെ വെച്ചിട്ടാണ് അവസാനിക്കുന്നത് വെച്ചാൽ അവിടെ വെച്ചിട്ട് അതങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും വിചാരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഓണം സെലിബ്രേഷൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല അടിപൊളി വീഡിയോസ് കാണുന്നുണ്ടോ നോക്കിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഫസ്റ്റ് ടൈമായി കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. ഓക്കെ, ബൈ. അപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്ത വീഡിയോൻ്റെ ഓഡിയോ കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ ഔട്ട് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.